So hello everyone. So this is the last portion of our second module and it deals with the mechanical joining processes such as bracing, soldering and adhesive bonding. So in the previous classes we have seen about the welding process in detail, the different types of welding, the weld metallurgy and the various defects as well as the weld testing. So in all those cases we have seen how a weld is obtained. We saw that the base metal was heated to very high temperature and the filler metal was also added to form the weld pool, and അത് solidify ചെയ്യുമ്പോൾ we get the weld. Okay. And also നമ്മൾ കണ്ടിരുന്നു ആ ജോയിൻ ചെയ്യുന്ന രണ്ട് പീസുകളും സിമിലർ മെറ്റൽ ആയിരുന്നു ഓർ ഐഡന്റിക്കൽ മെറ്റൽസ് ആയിരുന്നു. ഓക്കെ, ബേസ് മെറ്റലിന്റെ രണ്ട് പാർട്ടും ഐഡന്റിക്കൽ ആയിരുന്നു, ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ആയിരുന്നില്ല. So what if we have to join two dissimilar metals, or what if we have to join metals that can withstand high temperatures? So in such cases we use this processes that are the bracing, the soldering as well as the adhesive bonding. So ഈ മൂന്ന് പ്രോസസ്സുകളും നമുക്ക് വെൽഡിങ്ങിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് വെൽഡിംഗ് എന്ന് പറയുന്നത് സിമിലർ മെറ്റൽസിന്റെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജോയിനിങ് പ്രോസസ്സാണ്. ബട്ട് ഈ മൂന്ന് പ്രോസസ്സുകളും വെൽഡിംഗ് യൂസ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ, ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്, for metals that can't withstand high temperature or metal that can't withstand high structural properties, അല്ലെങ്കിൽ വളരെ ഹൈ സ്ട്രെങ്ത് ആപ്ലിക്കേഷൻ വരുന്ന കേസസിൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത മെറ്റൽസിനെ ഓർ അലോയ്സിനെ ജോയിൻ ചെയ്യാനായിട്ടല്ല നമുക്ക് ഈ മെക്കാനിക്കൽ ജോയിനിങ് പ്രോസസ്സ് ബ്രേസിംഗ്, സോൾഡറിങ്, അഡ്ഹസീവ് ബോണ്ടിങ് യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ മൈക്രോ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ കാണുന്ന സർക്യൂട്ട് ബോർഡ്സിലുള്ള സോൾഡറിങ് പ്രോസസ്സ്. ഓക്കെ, സോൾഡറിങ് ലൈക്ക് സർക്യൂട്ട് വയേഴ്സിന് ഒരു ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. വെൽഡിങ്ങിന്റെ കേസിലെ പോലെ ഒരു 3000 ഡിഗ്രി സെൽഷ്യസ് ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു കേസസിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ബ്രേസിംഗ്, സോൾഡറിങ് ആൻഡ് അഡ്ഹസീവ് ബോണ്ടിങ്സ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു പാർട്ടിൽ വി വിൽ സീ ഹൗ ദീസ് ത്രീ processes are used and how these three are different from each other. Okay, so the first one in this is the bracing. And bracing എന്ന് പറയുന്നത് വെൽഡിങ്ങിന് സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. It is a liquid solid state bonding process. The temperature will be raised very high to melt the filler material but not the base metal or the components to be welded. So നമ്മൾ വെൽഡിങ്ങിന്റെ കേസിൽ കണ്ടിരുന്നത് ബേസ് മെറ്റലും ഫില്ലർ മെറ്റീരിയലും മെൽറ്റ് ചെയ്തിട്ടായിരുന്നു വെൽഡ് പൂൾ ഫോം ചെയ്തിരുന്നത്. ബട്ട് ബ്രേസിംഗിന്റെ കേസിൽ നമ്മൾ ബേസ് മെറ്റൽ അല്ലെങ്കിൽ കമ്പോണൻസ് ടു ബി ജോയിൻഡ്, വി ആർ നോട്ട് melting that base metal. So instead we will be raising the temperature and melting the filler metal, and this filler liquid metal will be like filling the cavities between the joints or the base metal parts. So ആ ബേസ് മെറ്റൽസിന്റെ പാർട്സിന്റെ ഇടയിലുള്ള ക്യാവിറ്റി കാപ്പിലറി ആക്ഷൻ വഴി ഈ ലിക്വിഡ് ഫേസിലുള്ള ഫില്ലർ മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നു, ആൻഡ് വൺസ് ഇറ്റ് സോൾഡിഫൈസ് വി വിൽ ഗെറ്റ് എ ജോയിന്റ് കമ്പോണന്റ്. സോ ഈ ഒരു കേസിൽ ബേസ് മെറ്റൽ മെൽറ്റ് ആവാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ലിക്വിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോളിഡിഫൈഡ് ആകുന്ന മോൾട്ടൺ പൂൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എക്സ്ക്ലൂസീവ്ലി ഓഫ് ദി ഫില്ലർ മെറ്റീരിയൽ. ദർ വിൽ നോട്ട് ബി എനി പ്രസൻസ് ഓഫ് ദി ബേസ് മെറ്റൽ, and that's how we can distinguish the welding and bracing. And in case of bracing, the filler metals used will be typically above 450 degrees Celsius. Okay, and this like that temperature at which the filler metal melts, that will be below the melting point of the base metal. For example, ഞാനൊരു filler metal say A എന്ന് പറയുന്ന filler metal which is having a melting point of 700 degrees Celsius is being used. The base metal temperature, melting temperature will be higher than the 700 degrees Celsius. So the heat I provide during bracing will melt the filler metal but not the base metal. So once the filler metal melts, it will fill the gap between the components to be joined. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ജോയിന്റ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. So the liquefied filler metal, it will fill the joint clearance by the phenomenon of capillary rise.
or the capillary action, which you already know. So once it fills that joint clearance, it will solidify in it and we get a strong joint. So this is a video of actual bracing operation being done, and you can see the torch that is being used to melt the filler metal. നമ്മൾ ഓക്സി അസിറ്റൈലീൻ ഗ്യാസ് വെൽഡിങ്ങിൽ കണ്ട മെൽറ്റിംഗ് ടോർച്ച് അല്ലെങ്കിൽ വെൽഡിംഗ് ടോർച്ച് തന്നെയാണ് ഈ ഒരു കേസിൽ ഫില്ലർ മെറ്റൽ മെൽറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. And if you check the flame, we can see that it's yellowish in color, so it will be reducing flame. This is to ensure that there is no presence of oxygen which could otherwise cause oxidation of the filler metal. So filler metal oxidized ആവുന്നത് desirable അല്ല, which could result in reduced strength of the joint. So now we can see the video. You can see that the filler metal is being melted using the heat provided by the torch or the flame. It is a reducing flame. Now the joints to be or the base metal to be joined is provided with the molten filler metal. So the filler metal now fills the gap between the two base metal pieces. സോ ഈ ഒരു വീഡിയോയിലുള്ളത് ഒരു മെയിൽ പാർട്ടും ഒരു ഫീമെയിൽ പാർട്ടും ആണ്. അത് തമ്മിലുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിലേക്കാണ്, ഓർ ദി ക്ലിയറൻസ് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്, ആ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്, മോൾട്ടൺ ഫില്ലർ മെറ്റൽ. ആൻഡ് ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ ദി molten metal will be filling that entire clearance, and once it solidifies we get the joint components, okay, using bracing. So ഇതാണ് ഒരു joint ചെയ്തിട്ടുള്ള കമ്പോണന്റിന്റെ figure. So I hope you are clear with this bracing action. So now we can see the various filler metals that are used for bracing. Now welding in the case നമ്മൾ കണ്ടിരുന്നു, since it forms the filler metal and the base metal forms a combination or more like an alloy in the weld pool, we needed to have similar metals, otherwise there may be different disintegration or defects occurring in the weld pool. But bracing in the case നമ്മൾ significantly different ആയിട്ടുള്ള ഒരു base metal filler metal ആണ് usually use ചെയ്യാറുള്ളത്. So this is because there is no diffusion of the filler metal into the base metal, or there is no combination of base metal and the filler metal. Okay, അത് രണ്ടും തമ്മിൽ ഒരു joining ഒരു combination അല്ലെങ്കിൽ ഒരു diffusion സംഭവിക്കുന്നില്ല bracingൽ. അതുകൊണ്ട് തന്നെ ഫില്ലർ മെറ്റലും ബേസ് മെറ്റലും തമ്മിൽ വളരെയേറെ ഡിഫറൻസ് ഉള്ള രണ്ട് കമ്പോണൻസ് ആണ് ചൂസ് ചെയ്യാറുള്ളത്, ഓർ രണ്ട് കോമ്പൗണ്ട്സ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. So this is to ensure that the filler metal melts and the base metal doesn't melt in the bracing. And another thing is that the selection of the filler metal and the base metal should be in such a way that there is no diffusion between these two. This is because once the filler metal melts, if there is a diffusion of filler metal into the base metal due to many metallurgical phenomena, then embrittlement could occur. That is, the presence of this filler metal in the grain boundaries of the base metal could act as a defects and reduce the strength of the bond. So liquefied ആയിട്ടുള്ള ഫില്ലർ മെറ്റലിന്റെ പ്രസൻസ് ബേസ് മെറ്റലിന്റെ ഗ്രെയിൻ ബൗണ്ടറീസിൽ അഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഡിഫക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ആൻഡ് ഇറ്റ് കുഡ് റെഡ്യൂസ് ദി സ്ട്രെങ്ത് ഓഫ് ദി ജോയിന്റ് ഫോം. ഓക്കെ, സോ നമ്മൾ ബ്രേസിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ആ കമ്പോണന്റ് സേ വി ആർ യൂസിങ് ഇറ്റ് ഇൻ പ്രൊഡക്ഷൻ, ദെൻ സ്ട്രെസ്സസും സ്ട്രെയിൻസും ആക്ട് ചെയ്യുന്നത് കാരണം അതിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ടോട്ടൽ കമ്പോണന്റ്, ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ടേബിളിൽ കാണുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫില്ലർ മെറ്റൽ ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദി ബേസ് മെറ്റൽ ടു ബി ജോയിന്റ്. Okay, that is the combinations that can be used for different base metal and filler metal. For example, aluminium as well as aluminum alloys use ചെയ്യുന്ന filler material എന്ന് പറയുന്നത് aluminum silicon filler metal ആണ്, and the bracing temperature is 570 to 620 range. Similarly, iron, nickel and cobalt based alloys, super alloys ആണ് usually. These alloys നമ്മൾ യൂസ് ചെയ്യുന്ന filler metal എന്ന് പറയുന്നത് gold ആണ്, and its bracing temperature is 900 to 1100 degrees Celsius. Okay, so these are the examples of some of the filler metal that can be used for selected base metals and their bracing temperature. So now we will see the various fluxes used for bracing.
In the welding also we have seen the function or the purpose of using fluxes, which was to prevent the oxidation and to prevent the formation of oxides, which was not desirable as it could reduce the strength of the welded joint. So വെൽഡിങ്ങിന്റെ കേസിൽ നമ്മൾ അത് കണ്ടിരുന്നു. സോ സിമിലർ ഫംഗ്ഷൻ തന്നെയാണ് ഈ ഫ്ലക്സ് ബ്രേസിംഗിന്റെ കേസിലും ഫ്ലക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ടു പ്രിവെന്റ് ദി ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിച്ചാൽ that could lead to the formation of oxides and could reduce the strength of the joint form. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ്ലി കണ്ട വീഡിയോയിൽ നമ്മൾ റെഡ്യൂസിങ് ഫ്ലെയിം ആണ് യൂസ് ചെയ്തത്, സോ ദാറ്റ് ദർ ഈസ് നോ പ്രസൻസ് ഓഫ് ഓക്സിജൻ. So that is also the function of the fluxes, that is to prevent the oxidation of the filler metal. Now the various materials that are used for used as fluxes for brazing are borax, boric acid, borates, fluorides and chlorines. So these are the say compounds developed from fluorine, chlorine, boric acid, borax, etc. So these are the general used materials as fluxes in brazing. Now some wetting agents may be added to improve the wetting characteristics of the molten metal and the capillary action. So in the initial slide I have said that due to the capillary action, the molten or the melted filler material fills the gap between the male and female part. So capillary action or capillary rise negligible ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലർ മെറ്റലിന് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ടിന്റെ ഗ്യാപ്പിൽ കംപ്ലീറ്റ്ലി ആയിട്ട് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. So in order to improve that capillary action of the filler metal, some wetting agents may be added. Now wetting should also be increased. Okay, നമ്മൾ മോൾട്ടൺ ആയിട്ടുള്ള ഫില്ലർ മെറ്റീരിയൽ ബേസ് മെറ്റൽ ആയിട്ട് വെറ്റിംഗ് ആക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അഡിഷൻ ഓർ ജോയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ഐ ഗസ് യു ഗൈസ് നോ വാട്ട് ഈസ് വെറ്റിംഗ് ഏജൻസ് ഓർ വെറ്റിംഗ് ഫിനോമിനൻ. So you might have seen some memes asking why the glue is not getting sticked onto the surface of the container. സോ അതിൻ്റെ ഒരു റീസൺ ആണ് ഈ വെറ്റിംഗ് എന്ന് പറയുന്നത്. വെറ്റിംഗ് ആംഗിളും വെറ്റിംഗ് ഫിനോമിനനും എല്ലാം നിങ്ങൾ പ്രീവിയസ് സെമിസ്റ്ററിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. So that's all about the fluxes that are used in the brazing. So the next method is the soldering, and this is a very familiar or a popular material joining process, and it is mainly used in electronics industries to connect the electronic components on the circuit board. Okay, so ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബ്രേസിംഗ് ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. And the criteria by which we can classify soldering and brazing is the temperature at which the process takes place. ബ്രേസിംഗിന്റെ കേസിൽ നമ്മൾ കണ്ടിരുന്നു ആ ഒരു ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ആവുന്നത് ഇറ്റ് വിൽ ബി ഹയർ ദാൻ 450 ഡിഗ്രി സെൽഷ്യസ്. ബട്ട് സോൾഡറിംഗിന്റെ കേസിൽ ഫില്ലർ മെറ്റൽ ഓർ ആ സോൾഡർ അയൺ ഓർ സോൾഡർ ലെഡ് എന്ന് പറയുന്ന ഫില്ലർ മെറ്റൽ ഓർ എനി അതർ ഫില്ലർ മെറ്റൽ it will be melting at a temperature that will be lower than 450 degrees Celsius. So based on this criteria, we can classify soldering and brazing procedures or processes separately. So the solders melt at a temperature that is the eutectic point of the solder alloy. So eutectic point എന്ന് പറയുന്നത് that is the lowest melting temperature of the alloy, and alloys will be having a range of melting points. And ഈ ഒരു മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലർ മെറ്റൽ എന്ന് പറയുന്നത് that will be mostly alloys. And the mechanism of joining is similar to the brazing action, that is the molten solder will be filling the gap between the two components to be joined by capillary action. So you can see the animation played on the right side of the screen. Here a solder ion is used to melt the alloy or the filler material, and you can see how the filler material fills the gap between the two components to be joined, that is by the capillary action and low surface tension. So soldering filler metal ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ് low surface tension and high wetting capability. Low surface tension because it should easily attain the equilibrium at the joining point, and high wettability so that it can the adhesion between the components and the filler material should be there, which I had explained in the previous slide. Now the heat source for joining the filler metal or this will be soldering iron, torches or ovens. Torches in the sense the welding torches at very low temperature as we have seen earlier, and the ovens also can be used to melt the filler material or the solder lead.
So we will now see the various materials that are used for soldering. And very common ആയിട്ട് വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലക്സ് ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയുന്നത് സോൾഡർ ലെഡ് ആണ്, which you would have already heard about. Now traditionally we have been using tin lead alloys at different proportion, and the one very commonly followed proportion is the 61.9% tin and 38.1% lead composition. This will be having a melting temperature of 188 degrees Celsius. Now ടിന്നിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 232 ഡിഗ്രി സെൽഷ്യസ് ആണ്, ആൻഡ് ലെഡിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ 327 ഡിഗ്രി സെൽഷ്യസ് ആണ്. നൗ ഈ ഒരു പ്രൊപ്പോർഷനിലുള്ള ലെഡ് ടിൻ അലോയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 188 ഡിഗ്രി സെൽഷ്യസ് ആണ്. So by forming the alloy we can reduce the melting temperature, which would make easier for the technician or the solder lead iron to melt the filler material and to form the soldering. Now lead is not an eco-friendly or environment-friendly material. So leadനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ധാരാളം റിസർച്ച് നടക്കുന്നുണ്ട് to use other materials as a replacement for lead in soldering. Now the various fluxes are used in soldering for the same purpose, which I have repeatedly said that in case of welding and brazing itself, that is to prevent the oxidation. So they are basically of two types: the inorganic acids or salt such as zinc ammonium chloride, which clean the surface rapidly, okay, which would reduce the presence of oxygen or the formation of oxides. Now the presence of these fluxes could itself cause corrosion, so this should be cleaned after the soldering is done, okay. ഈ ഒരു ഫ്ലക്സ് മെറ്റീരിയലിന്റെ പ്രസൻസ് തന്നെ കൊറോഷന് കാരണമാകാം. So once the soldering is done, we should clean that surface properly. Now the second one are the non-corrosive resin based fluxes, and this one is mainly used in the electrical applications in the circuit boards. So we can now see the applications of soldering. So most common ആയിട്ട് most popular ആയിട്ടുള്ള application എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലാണ്, to join the electrical components on the circuit board. And now we know that the soldering temperatures are very low. So ഒരു high temperature applications soldering യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. So ഇതിന്റെ utility എന്ന് പറയുന്നത് or the range of products in which soldering can be used is very less. Similarly, soldering does not support high strength application, okay. It can be easily teared off. സോൾഡർ ചെയ്ത ഒരു ജോയിന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാവുന്നതാണ് or tear off ചെയ്തെടുക്കാവുന്നതാണ്. That is, when we provide a very low amount of force or stress, it gets failed. So again, load bearing applications നമുക്ക് സോൾഡറിങ് യൂസ് ചെയ്യാനായിട്ട് ടെക്നിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. Now one other application of soldering is the jewelry making. So the copper or the silver, gold, such precious materials are very easy to solder. So ഈ reason കൊണ്ട് തന്നെ the soldering process is widely used in jewelry making. So this is all about soldering. Now we can move on to the adhesive bonding. So the last one in the mechanical joining is the adhesive bonding. So this is again a commonly used method. So numerous parts and components can be joined by using adhesive bondings. Now the best example or a most popularly seen example is the formation of plywood. So the plywood is formed by joining different layers of wood using wood glue, okay. So ആ wood glue നെയാണ് നമ്മൾ adhesive എന്ന് പറയുന്നത്, and we are joining the wood layers using this wood glue, which is an adhesive bonding case. And mostly adhesive used have an optimum temperature that ranges from the room temperature to about 200 degrees Celsius for the maximum shear strength. So usually we will be using adhesive to join two parallel plates, and it will be subjected to shear stresses. So above 200 degrees Celsius ഈ adhesive bonding actions or അതിന്റെ strength reduce ചെയ്യുകയും അത് fail ആവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. Now the adhesives are available in various forms: the liquid, paste, solution, emulsion, powder, tape, film, etc. So these are available in all these variety of forms, and usually the thickness of adhesives applied are 0.1 mm. It is a very small layer of adhesive will be applied between the two layers to be joined.
Now, some of the properties that are required for an ideal adhesive is that it should have adequate strength to resist the shear and peel forces. So adhesive bonding വഴി join ചെയ്ത രണ്ട് layers, രണ്ട് base metal or usually metals അല്ല, രണ്ട് layers, once it is applied for the purpose, it will be subjected to shear strength stresses as well as normal stresses or peel forces. So it should have enough strength to resist that deformation, and it should have toughness, adequate tough, it should be adequately tough enough to resist the impact loads. So impact loads in the action variable, or if the material is subjected to impact load, it should have the enough toughness to absorb that incident energy and to prevent the deformation. Now it should have it should be able to resist the attack of various fluids and chemicals. So various fluids and chemicals, if it is exposed to various fluids and chemicals, it should not degrade and should keep on joining the two materials, two layers. Also, it should be resistant to environmental degradation such as heat and moisture. Then it should be capable enough to wet the two surfaces to be bonded. So once again, the concept of wettability is coming here. So if it is not good, if it is not having good wettability, ആ ഒരു adhesive-ന് രണ്ട് മെറ്റീരിയൽസിനെ join ചെയ്യാനായിട്ട് സാധിക്കില്ല. So it should have proper wettability. So we will now see the different types of adhesives. This can be classified into three basic types: the natural adhesives, inorganic adhesives, and the synthetic adhesives. So natural adhesives, they are obtained in its original form or in the organic form, such as the starch, soya flour, and animal products. So starch in the case namukku if we are dissolving starch into water, we will get uh, an emulsion like adhesive that can be used for posting papers and all. Okay, but natural adhesives in the case the strength that can be provided by natural adhesives are less compared to the other two, and hence the applications are very limited. Now the second one is the inorganic adhesives. They uses the ceramic and inorganic polymers, and they can sustain their strength even after 1000 degrees Celsius and higher. They also offer excellent adhesion with inorganic substances such as ceramic, glass, and metals. So these inorganic adhesives are mainly used in ceramic, glass, and metal industries. And the last one is the synthetic adhesives. So these are based on the elastomers, thermoplastics, emulsions, and thermosetting plastics. In this, the thermoplastics are mainly used for non-structural applications. They can't bear very high loads, but the thermosetting plastics can sustain very high loads, and they can provide excellent strength. Hence, they are used for the structural bondings. Now, compared to the comparing the all the three cases, the synthetic adhesives can provide the maximum strength, and hence they are the most important adhesives or the most widely used adhesives in various manufacturing industries, processes, and particularly for load bearing applications. So natural adhesives in the case, inorganic adhesives in the case, they have a limit to which the load they can sustain or they can bear, but synthetic adhesives provide the excellent strength, and especially the thermosetting plastic synthetic adhesives, they can provide very high strength. So they are mainly used for load bearing applications and in many manufacturing industries. So these are about the different mechanical joining processes, that is the brazing, soldering, and adhesives.